അമേരിക്കയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുന്നു. സ്വന്തം തീരുമാനം ഭരണകൂടത്തിന് തന്നെ തിരിച്ചടിയായതോടെ ഒടുവിൽ ഡൊണാൾഡ് ട്രംപ് ആ തിരുത്തലിനൊരുങ്ങുന്നു. സ്റ്റീൽ, അലുമിനിയം ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കാൻ അമേരിക്കൻ ഭരണകൂടം അടിയന്തരമായി ആലോചിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വാഷിംഗ് മെഷീൻ മുതൽ ടിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ വരെ, ടിൻ ഫുഡ് വരെ, സ്റ്റീലും അലുമിനിയവും ഉപയോഗിക്കുന്ന സകല സാധനങ്ങൾക്കും വിപണിയിൽ വില കുത്തനെ കൂടി. ഇതോടെ ജനരോഷം തണുപ്പിക്കാനാണ് വൈറ്റ് ഹൗസിന്റെ ഈ ഒരു പുതിയ നീക്കം ഉണ്ടാകുന്നത്. അമേരിക്കൻ വിപണിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ വർഷമാണ് പ്രസിഡന്റ് ട്രംപ് സ്റ്റീൽ, അലുമിനിയം ഉൽപ്പന്നങ്ങൾക്ക് 50% അധിക നികുതി ഏർപ്പെടുത്തിയത്. എന്നാൽ ഉദ്ദേശിച്ച ഫലമല്ല, മറിച്ച് വിപരീത ഫലമാണ് ഇത് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയത്. നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പാണ് ഈ യു ടേണിന് പിന്നിലെ പ്രധാന കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ രോഷം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് ട്രംപ് വല്ലാതെ ഭയക്കുന്നുണ്ട്. ഒപ്പം സങ്കീർണമായിട്ടുള്ള ഈ നികുതി ഘടന നടപ്പിലാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കസ്റ്റംസ് ഉദ്യോഗസ്ഥരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അധിക നികുതി നൽകിയും അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത് വ്യവസായങ്ങളെ തകർക്കുന്നുവെന്ന് അമേരിക്കൻ കമ്പനികൾ തന്നെ പരാതിപ്പെട്ടതോടെ എടുത്ത തീരുമാനം വിഴുങ്ങാൻ ട്രംപ് ഭരണകൂടം ഇപ്പോൾ നിർബന്ധിതരാവുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പണി പാളുന്നുവെന്ന തിരിച്ചറിവിൽ മുഖം രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.